സ്കൂൾ വിട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല അടിപൊളി അവരുടെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പലഹാരം നമുക്ക് ഉണ്ടാക്കി കൊടുത്താലോ. അതും നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാം. ഞാൻ ഈ ഓവൻ പോലുള്ള സെറ്റപ്പിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇത് ആവിയിൽ വെച്ച് വേവിക്കാമോ എന്ന്. ഇത് ആവിയിൽ വെച്ച് വേവിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്ങനെയാണെന്ന് കണ്ടാലോ. അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ക്യാരറ്റ് വേണം കേട്ടോ. ഒരു 125 ഗ്രാം ക്യാരറ്റ്, അത്യാവശ്യം വലിപ്പമുള്ളൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതിനെ നന്നായിട്ട് പീൽ ചെയ്തിട്ട് വാഷ് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതിലും ചെറുതായിട്ട് മുറിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഇനി ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റെല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് അതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് 1 കപ്പ് സാധാരണ വറുത്ത പൊടിയുണ്ടല്ലോ, നമ്മൾ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് പാക്കറ്റിൽ വാങ്ങുന്ന പൊടിയുണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഈ അരക്കപ്പ് പഞ്ചസാര ആകുമ്പോൾ ആവശ്യത്തിനുള്ള മധുരമുണ്ട്. നിങ്ങൾക്ക് അത്രയും മധുരം വേണ്ട, കുറച്ചുകൂടിയൊക്കെ മധുരം കുറച്ച് മതിയെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര കുറച്ച് ചേർത്താൽ മതിയാകും കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരക്കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പാൽ അലർജി ഉള്ളവരുണ്ടാവും, പാൽ ഇഷ്ടമില്ലാത്തവരുണ്ടാവും, എങ്കിൽ തേങ്ങാപ്പാൽ യൂസ് ചെയ്യാവുന്നതാണ്. തേങ്ങാപ്പാൽ വേണ്ട, അതും ഇല്ല എങ്കിൽ സാധാരണ പച്ചവെള്ളം ചേർത്ത് കൊടുക്കുക. പച്ചവെള്ളം ചേർത്തിട്ട് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാകും. പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് വെള്ളം തീരെ കുറവായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അരഞ്ഞു കിട്ടാൻ, എന്നാലും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും ചേർക്കാവുന്നതാണേ. വാനില എസൻസ് ഇല്ല എങ്കിൽ ഏലക്ക, ഒരു 2-3 ഏലക്കയുടെ കുരു ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി നന്നായിട്ടൊരു ഹൈ സ്പീഡിലോട്ടൊരു 15 സെക്കൻഡൊക്കെ ഒന്ന് അടിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കതിനെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ അത് അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ്. ഇങ്ങനെ ഒഴിക്കുമ്പോൾ മുറിഞ്ഞ് വീഴുന്നുണ്ട്. ഇത്രയും തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി എടുക്കാനുണ്ട്. പിന്നെ നമ്മൾ ആദ്യമേ ഒരുപാട് വെള്ളം ചേർത്ത് അരച്ചെടുക്കാൻ നിൽക്കരുത്. കാരണം പല പൊടികൾക്കനുസരിച്ചും വെള്ളത്തിൻ്റെ അളവ് നന്നായിട്ട് വ്യത്യാസം വരും. ചില പാക്കറ്റ് പൊടികൾക്കൊക്കെ വളരെ കുറച്ച് വെള്ളം മതിയാവും. അതുകൊണ്ട് നമുക്കിതിലേക്ക് ഇനി ഒരു 2 ടേബിൾ സ്പൂൺ പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. പാൽ ഇഷ്ടമില്ല എങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് ഇട്ട് കുത്തി ഇളക്കി മിക്സ് ചെയ്യുകയേ ചെയ്യരുത്. നമ്മളിങ്ങനെയുള്ള സാധനങ്ങൾ എന്ത് മിക്സ് ചെയ്യുമ്പോഴും ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യുക. ഒരുപാട് കുത്തി ഇളക്കാതിരിക്കുക. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് യൂസ് ചെയ്യുക. കട്ട് ആൻഡ് ഫോൾഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക, പിന്നെ അതിന് നടുക്കുകൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. അതാണ് രീതി. അങ്ങനെ മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്ക് കട്ടിയായി പോകത്തേയില്ല. നല്ല സോഫ്റ്റായിട്ടിരിക്കുകയും ചെയ്യും. ബാറ്റർ ഓവർ മിക്സായി പോവുകയുമില്ല. പാൽ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ഒരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഇത്. നിങ്ങൾ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ സ്നാക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും. വെള്ളം കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സ്നാക്ക് അവസാനം കട്ടയായി പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കണം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. നമ്മൾ മുട്ടയൊന്നും ചേർക്കാത്തത് കൊണ്ട് ഈ 2 സാധനവും മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ. ഇനി ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇട്ടതിന് മുകളിലേക്ക് നമുക്കൊരു 1 ടീസ്പൂണോളം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീരില്ല, വിനീഗറാണുള്ളതെങ്കിൽ വിനീഗർ ചേർത്താലും മതി. ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്ന് ആക്റ്റീവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യണം. നമ്മൾ മിക്സ് ചെയ്യുന്നത് പ്രോപ്പർ ആയില്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കട്ട പിടിച്ച് കിടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. താഴ്ഭാഗം കൂട്ടി വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇതിലിപ്പോൾ ചെറിയ ചെറിയ കട്ടകൾ പോലെ കാണുന്നില്ലേ, അത് ക്യാരറ്റിൻ്റെ ചെറിയ ചെറിയ പീസുകളാണ്. അത് കുഴപ്പമില്ല, അത് അവിടെ തന്നെ കിടന്നോട്ടെ, കുക്കായി കിട്ടുമല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ ചേർത്ത് കൊടുക്കാം. കാഷ്യൂ കടിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ബദാമോ, നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണുള്ളത്, പിന്നെ സീഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എങ്ങനെയും ഈ സാധനമൊക്കെ നമ്മുടെ മക്കളെ വയറ്റിലെത്തുക എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രഥമമായ ലക്ഷ്യം. കാഷ്യൂ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ കുക്ക് ചെയ്യാനായിട്ടുള്ള പരിപാടികൾ നോക്കാം. ഞാൻ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് കട്ടോരീസിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. മക്കളുടെ താല്പര്യം അത്രയും മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ചോറ്റുപാത്രത്തിൽ കുക്ക് ചെയ്യാം, കേക്ക് ടിന്നിൽ ചെയ്യാം. പിന്നെ സ്റ്റീലിൻ്റെ ചോറ് കഴിക്കുന്ന പാത്രം ഉണ്ടല്ലോ, അതിലാവുമ്പോൾ വളരെ പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും കേട്ടോ.
പിന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ കുക്ക് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിൽ നന്നായിട്ട് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇളവി വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ബാറ്റർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്യുക. ഒരു 10-15 വരെയൊക്കെ എണ്ണയിട്ട് നല്ലതുപോലെ നമ്മൾ ടാപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിനകത്തുള്ള എയർ ബബിൾസ് എല്ലാം പോവും. ഇനി ഇതിന് മുകളിലേക്ക് നിങ്ങൾക്ക് ഗാർണിഷിങ്ങിനായിട്ട് എന്തെങ്കിലും നട്ട്സ് ചേർക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സീഡ്സൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് ക്യാരറ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. സോറി, ക്രഷ് അല്ല, ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷമാണ് ഞാൻ ടാപ്പ് ചെയ്തത്, മറന്നുപോയി. ആദ്യമേ ടാപ്പ് ചെയ്യുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ ഈ ക്യാരറ്റ് കുറച്ചങ്ങ് താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതേ സമയം തന്നെ നമ്മൾ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് അത് തിളച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഈ പാത്രങ്ങൾ ഓരോന്നായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മൾ ആവിയിൽ വെച്ച് എന്ത് കുക്ക് ചെയ്തെടുക്കാൻ ശ്രമിക്കുമ്പോഴും നന്നായിട്ട് ആവി വന്നതിന് ശേഷം മാത്രമേ ആ പാത്രം അതിലേക്ക് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. നമ്മുടെ സ്റ്റീമർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ 25 മുതൽ 30 മിനിറ്റ് വരെ. ഒരു 25 മിനിറ്റ് ആകുമ്പോൾ നിങ്ങളൊന്ന് തുറന്ന് നോക്കിയിട്ട് കുത്തി നോക്കുക. കുത്തി നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അടച്ച് വയ്ക്കുക. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. ഞാനൊരു 25 മിനിറ്റിലൊന്ന് തുറന്ന് നോക്കിയിട്ട് കുത്തിയപ്പോൾ മുകൾ ഭാഗമൊക്കെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ ചെറിയൊരു നനവ് പോലെ ആ സ്ക്യൂറിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പുറത്തെടുത്ത് വെച്ച് നന്നായിട്ട് ചൂടാറണം. നന്നായിട്ട് ചൂടാറിയാലേ നമുക്ക് ഈ പാത്രത്തിൽ പിടിക്കാൻ പറ്റണ്ടേ. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലെ എടുത്ത് നമ്മൾ ആ സ്നാക്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ സൈഡിൽ നിന്ന് വിട്ട് കിട്ടിക്കോളും. അതിൽ പറ്റി പിടിച്ചിരിക്കുകയോ ഒന്നും ചെയ്യില്ല. സൈഡൊക്കെ ഒന്ന് വിടുവിച്ചതിന് ശേഷം നമ്മുടെ കയ്യിലേക്ക് കമിഴ്ത്തി ഒന്ന് തട്ടുമ്പോൾ സ്നാക്ക് നമ്മുടെ കയ്യിൽ കിട്ടും. അടിപൊളി സോഫ്റ്റാണ്. നമ്മൾ സത്യത്തിൽ ഈ ഒരു റെസിപ്പി കാണുമ്പോൾ വിചാരിക്കുകയില്ല, പ്രത്യേകിച്ച് അരിപ്പൊടി ചേർത്തുണ്ടാക്കുമ്പോൾ ഇങ്ങനെ സോഫ്റ്റായി കിട്ടുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല. അത്രയ്ക്ക് സോഫ്റ്റായിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്നാക്കാണ്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി സ്നാക്കാണ്, നല്ല സൂപ്പർ സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർക്കാനാണ് ഇഷ്ടമെങ്കിൽ ശർക്കര ചേർക്കാവുന്നതാണ്, ബ്രൗൺ ഷുഗറും ചേർക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു നല്ല അടിപൊളി ഒരു മഞ്ഞ കളറുണ്ടല്ലോ, ആ കളർ കിട്ടില്ല എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. വേറെ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ചേർത്തുണ്ടാക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. കുഞ്ഞുങ്ങളുടെ സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാനും അടിപൊളി ഐറ്റമാണ്. ഇതിൻ്റെ പകുതിയൊക്കെ ആ ഒരു സ്നാക്സ് ബോക്സിൽ കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ 10 മണി സമയത്ത് അത് കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് വയറ് നിറയുകയും ചെയ്യും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പഞ്ചസാര ഒരു 1/4 കപ്പൊക്കെ ചേർത്തിട്ട് എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. എന്തായാലും എല്ലാ കൂട്ടരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി അടിപൊളിയൊരു റെസിപ്പിയായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.